من لا نبي بعده وعلى آله وصحبه ومن والاه. اللهم ألهمنا مقاصد أمورنا. പരമകാരുണികനും കരുണാനിധിയും അജയ്യനും പ്രതാപിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ പുണ്യ റബീഇലെ പരിശുദ്ധ സയ്യിദുൽ അയ്യാമിലെ നമ്മുടെ ഈ സംഗമത്തെ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. അഅ്മാലു സ്വാലിഹാത്തുകൾക്ക് വലിയ പ്രതിഫലം അല്ലാഹു നസീബാക്കട്ടെ. പുണ്യ അമലുകളുടെ പോരിശ കൊണ്ട് നമ്മുടെ നിയ്യത്തുകൾക്ക് ഖബൂലിയത്ത് നൽകി നന്മകളുടെ സബബ് കൊണ്ട് അല്ലാഹു നമ്മുടെ രോഗങ്ങൾക്കെല്ലാം പരിപൂർണ്ണ ശിഫാവ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിൻ്റെ പൊരുത്തത്തിൽ ഇബാദത്തിനായി ആഫിയത്തോടെ ദീർഘായുസ് അല്ലാഹു നസീബാക്കുമാറാകട്ടെ. നാഥനായ തമ്പുരാൻ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ആഖിബത്ത് നന്നാക്കി തരട്ടെ. നമ്മുടെ പള്ളിയുടെ മസാറിൽ അന്തിവിശ്രമം കൊള്ളുന്നവർ, ഈ അടുത്ത ദിവസങ്ങളിൽ ആഴ്ചകളിലൊക്കെ മരണപ്പെട്ടു പോയവർ, വിശിഷ്യ ഇന്നലത്തെ ദിവസം നമ്മുടെ മഹല്ലിൽ മയ്യവാടിയിലേക്ക് എത്തിയ, അല്ലാഹുവിൻ്റെ റഹ്മത്തിലേക്ക് എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മഹല്ലിലെ സഹോദരന് പിതാവിനും അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസ് കൊടുത്ത് സന്തോഷിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാം മഈശത്തിൽ അല്ലാഹു ഇസ്തിഖാമത്ത് പ്രദാനം ചെയ്യട്ടെ. ദാരിദ്ര്യങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാഥനായ തമ്പുരാൻ പരിശുദ്ധ പുണ്യ റബീഇനെ ആദരിച്ച് നല്ല നിയ്യത്തോടെ അല്ലാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ച് നമ്മുടെ ഈമാനിക കരുത്തിനായി, നമ്മുടെ ആരോഗ്യത്തിനായി, ഇരുലോക വിജയത്തിനായി നിയ്യത്ത് വെച്ച് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ അന്നദാനത്തിന് വേണ്ടിയൊക്കെ ധാരാളം മുഅ്മിനീങ്ങൾ ധാരാളം സ്വത്ത് സമ്പാദ്യം നൽകി അല്ലാഹു കബൂലാക്കട്ടെ. നമ്മുടെ പള്ളിയുടെ മദ്രസയ്ക്ക് വേണ്ടി നമ്മുടെ മഹല്ലിലേക്ക് വന്നു ചേരുന്ന എല്ലാ തുകകളും വെള്ളിയാഴ്ച ദിവസം പാവപ്പെട്ട സാധുക്കളായ ആളുകളെ സഹായിക്കാൻ വേണ്ടി നൽകുന്ന സമ്പാദ്യങ്ങൾ എല്ലാത്തിലും അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ സദുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ പുണ്യമായ സമയങ്ങളിലൂടെ, ആ ഓർമ്മകളിലൂടെയാണ് നമ്മൾ ഓരോ നിമിഷവും ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. റബീഉ വസന്തം എന്നാണ് അതിൻ്റെ അർത്ഥം. ലോകമെമ്പാടും മരങ്ങളും ചെടികളും പൂത്തുലഞ്ഞു നിൽക്കുന്ന നയനാനന്ദകരം കുളിർ കാഴ്ച, കാറ്റിന് വല്ലാത്ത പരിമളം. നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓർമ്മകളിലായി മുഅ്മിനീങ്ങൾ നിലകൊള്ളുകയാണ്. അവിടത്തോടുള്ള ഹുബ്ബിൻ്റെ പേരിൽ ഈ പവിത്ര മാസത്തിൽ ഏതെങ്കിലും ഒരു സുന്നത്തിനെ ആ ഒരു നിയ്യത്തിൽ ഓർത്ത് അമൽ ചെയ്താൽ, അമലിൽ കൊണ്ടുവന്നാൽ വലിയ പ്രതിഫലമാണ്. സ്വലാത്ത് പെരുപ്പിക്കുന്നവരുണ്ട്, പരിശുദ്ധ ഖുർആൻ തിരുനബി പുന്നാര ലളിതങ്ങൾക്ക് വേണ്ടി ഖത്മ തീർക്കുന്നവരുണ്ട്. പരിശുദ്ധമായി പുണ്യ റബീഇൽ പ്രത്യേകം അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ധാരാളം സൽക്കർമ്മം ചെയ്യുന്നവരുണ്ട്. ഉലിദൽ ഹുദാ ഫൽ കായിനാതു ദിയാഉ, മുത്തായ വിധങ്ങളുടെ ആ വരവ്, ആ സന്മാർഗത്തിൻ്റെ വരവ്, ആ സന്മാർഗത്തിൻ്റെ അന്ധകാരത്തിൻ്റെ പ്രകാശമായിട്ടുള്ള വരവ്, ഇരുളിൻ്റെ വെളിച്ചമായി, ടോർച്ചായി, പ്രകാശമായിട്ടുള്ള ആ വരവ്, ലോകമെമ്പാടും പ്രപഞ്ചമൊട്ടും വല്ലാത്ത പ്രകാശം പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വരവ്. നമ്മൾ കേൾക്കുന്നതും കാണുന്നതും അരുതായ്മകളിൽ പോകാതെ അവിടുത്തെ മദഹിൻ്റെ മനാഖിബിൻ്റെ പ്രകീർത്തന സദസ്സുകളും മറ്റും ഓർമ്മകളും എല്ലാം ആ ഒരു പ്രകാശം വാരി വിതറുകയാണ്, ഓർക്കുകയാണ് ആ രംഗം. വഫമുസ്സമാനി തബസ്സുമും വതനാഉ, കാലത്തിൻ്റെ ചുണ്ടിങ്ങനെ ചലിക്കുകയാണ്, കാലത്തിൻ്റെ വായ ഇങ്ങനെ തുറന്ന് മന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്.
വല്ലാത്ത പുഞ്ചിരി പൊഴിക്കുന്നു. തബസ്സുമുൻ വസനാഉ, മുത്തിൻ്റെ മദഹ് ഇങ്ങനെ ഇപ്പോഴും പാടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്കിടയിൽ, കുടുംബത്തിനിടയിൽ, മക്കൾക്കിടയിൽ, മദ്രസയിലെ മക്കൾക്കിടയിൽ, പള്ളികളിൽ, ലോകമൊട്ടുക്കും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മദഹ് പറഞ്ഞിങ്ങനെ പ്രകാശിക്കുകയാണ്. നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തായ നബി തങ്ങൾ അർ-റസൂലുൽ കാമിൽ, സമ്പൂർണ്ണ പ്രവാചകനാണ്. ആ മുത്തിനെ സ്നേഹിക്കേണ്ട രൂപം കഴിഞ്ഞ ജുമഅയിൽ നമ്മളൊന്ന് തുടങ്ങി വെച്ചു. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സമ്പൂർണ്ണ പ്രവാചകനാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാതമുൻ നബി, അല്ലാഹുവിൻ്റെ റസൂൽ, അന്ത്യപ്രവാചകനാണ്. അല്ലാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് അവിടുത്തെ യഥാർത്ഥമായ അവസ്ഥകൾ, അവിടുത്തെ പദവികൾ ഖുർആനിൽ നിന്ന്, ഹദീസിൽ നിന്ന് അറിവ് കുറഞ്ഞ നമ്മൾ ഒരു ചെറിയ, വളരെ ചുരുങ്ങിയ ഒരു ലഘു വിവരണം മാത്രമേ നടത്താൻ പറ്റുന്നുള്ളൂ. അതല്ലേ ശരി? അള്ളാഹു നിശ്ചയിച്ചത്, അള്ളാഹു ഉദ്ദേശിച്ച അവസ്ഥ, അള്ളാഹു നൽകിയ പദവി, അത് എത്രത്തോളമാണെന്ന് പറയാൻ നമുക്കാർക്കും സാധ്യമല്ല. അള്ളാഹു നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ മാത്രമേ ഒന്നെടുത്ത് പറയാൻ പറ്റൂ. ആ വലിയ മഹത്വം എത്രയാണ്, എത്ര വിവരിച്ചാലും തീരില്ല. നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ നിന്ന്, സുന്നത്തിൽ നിന്നൊന്ന് പരിശോധിച്ചാൽ അവിടുത്തെ ഒരു 3 പ്രത്യേകത പറഞ്ഞു തുടങ്ങാം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിൻ്റെ നേതാവാണ്. നിങ്ങൾ എത്ര നേതാക്കന്മാരെ കുറിച്ച് ചർച്ച ചെയ്താലും, ഏയ് ഉമ്മമാരെ, സഹോദരിമാരെ, ശബ്ദം ശ്രവിക്കുന്നവരെ, നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾ എത്ര വാദോരാതെ മധുര പറഞ്ഞാലും, എൻ്റെ അള്ളയേക്കാൾ, എൻ്റെ റസൂലിനേക്കാൾ, എൻ്റെ പ്രിയമച്ച, എൻ്റെ ഇക്ക, എൻ്റെ എനിക്ക് നിങ്ങളോടാണ് ഹുബ്ബ്. ഒരു പെണ്ണും അരുതാതെ പറഞ്ഞു പോകരുത്, വന്നു പോകരുത് നാവിലങ്ങനെ. മുത്തായ നബിതങ്ങൾ, അല്ലാഹുവും റസൂലും കഴിഞ്ഞല്ലാതെ ഒന്നുമില്ലെന്ന്, ഒരു നേതാവുമില്ലെന്ന്, ഒരു സംഘടനയുടെ നേതാവുമില്ലെന്ന്, ഒരു പാർട്ടിയുടെ നേതാവുമില്ലെന്ന്, ഒറ്റ വാക്ക് ലോകത്തിൻ്റെ നേതാവ് മുഅ്മിനീന്റെ ഹൃദയത്തിൽ മുഹമ്മദ് മുസ്തഫ, നമ്മുടെ പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മറ്റൊരു പ്രത്യേകത, സമ്പൂർണ്ണ റസൂലാണ്, അർ-റസൂലുൽ കാമിൽ. മറ്റൊരു പ്രത്യേകത, സമ്പൂർണ്ണ റസൂൽ സ്വല്ലല്ലാഹു. വല്ലാത്തൊരു പൂർണ്ണതയാണ്, വല്ലാത്തൊരു നബിയാണ്. ഒരു കുറവില്ലാത്ത നബി എന്നാണ് പറഞ്ഞത്. ഒന്നും അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കയറാത്തവരെ എന്ന് എഴുതി കമന്റ് ഇട്ട് വാതോരാതെ പറയുമ്പോഴും, പരിഹസിക്കുമ്പോഴും, ഏതെങ്കിലും ഒരു ഹദീസ് കേട്ടിട്ട് അതിനെ ആക്ഷേപിക്കുമ്പോൾ, അതങ്ങനെ പറയേണ്ടതുണ്ടായിരുന്നോ ദറസുകളിൽ? പറയരുതേ മുഅ്മിനേ, മുത്തിനെ കുറിച്ച് ദറസിൽ മുദരിസ്മാർ, മഹത്തുക്കൾ, അവരങ്ങനെ സബക്കെടുക്കണമായിരുന്നോ? ചോദിക്കരുതേ. ബുഖാരിയിൽ അങ്ങനെ ഹദീസ് വേണമായിരുന്നോ? കൂപമണ്ഡൂകങ്ങളായി നമ്മളങ്ങനെ ചോദിക്കല്ലേ. ആരെന്ത് പറഞ്ഞാലും അർ-റസൂലുൽ കാമിൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സമ്പൂർണ്ണ റസൂല. നിന്റെ ഹൃദയത്തിൽ അങ്ങനെ ചേർത്തങ്ങ് പിടിച്ചോളണം. മുഹമ്മദ് മുസ്തഫ. മറ്റൊരു പ്രത്യേകത, അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ. വലിയ പരന്ന വായനയുള്ളവരാണ് നിങ്ങളൊക്കെ അല്ലേ? ഒത്തിരി വായിക്കൂലേ? വായിച്ച് വരുമ്പോൾ ഇതല്ലേ ശരിക്കും പറഞ്ഞ ഒരു നേതാവ്? അള്ളാഹുവിൻ്റെ റസൂലിനോളം ഒടുവിലത്തെ ഒരു നേതാവിൻ്റെ വരവ്. ഇനി അതുപോലൊരു നേതാവില്ല. വായിച്ചപ്പോൾ ചിലതൊക്കെ നേതാവായി തോന്നുമെങ്കിലും ചിന്തിച്ച് നിന്റെ ഹൃദയത്തിൽ നിന്ന് മുത്തിനോടുള്ള മഹത്വം നീ എടുത്തു കളയരുതേ. മുഹമ്മദ് മുസ്തഫ, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ. ഇവിടെ ജാഅകും, നിങ്ങളിലേക്ക് അല്ലാഹു അയച്ചു. അല്ലാഹു നിങ്ങളിലേക്ക്, നിങ്ങളിൽ നിന്ന് ഒരു നേതാവിനെ അയച്ചു തന്നു, ഒരു റസൂലിനെ അയച്ചു തന്നു. അഥവാ മനുഷ്യ സമൂഹത്തിന് ആകമാനം അയച്ചു തന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു നേതാവ് വന്നപ്പോൾ
എത്ര എത്ര രാജ്യങ്ങളുണ്ട്, എത്രയോ ലോകം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ ഒരു നേതാവ്. മദീനയുടെ മലവാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നിഅമത്തുൽ കുബ്ര അലൽ ആലം നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രപഞ്ചത്തിന്റെ വലിയ അനുഗ്രഹം മുഹമ്മദ് നബി. ലോകത്തിന് മുഴുവനും ജാഅക്കും, നിങ്ങൾക്ക് മനുഷ്യ സമൂഹത്തിന് ആകമാനം ഒരു നേതാവ്. ലോകത്ത് വന്ന പ്രവാചകന്മാരെല്ലാം പറഞ്ഞത് യാ ഖൗമി യാ ഖൗമി യാ ഖൗമി എന്നല്ലേ. എൻ്റെ ജനതേ ഒരു ഭാഗത്തിന് മാത്രമാണ്, ഒരു ഏരിയക്ക് മാത്രമാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിളി യാ ഖൗമീന, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിളി അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഞാൻ നിങ്ങളുടെ നേതാവാണ്. ഖുൽ യാ അയ്യുഹന്നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫ് പഠിപ്പിക്കുകയാണ്, ഞാൻ നിങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനായിട്ട് മുഴുവൻ ജനവിഭാഗങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്, പ്രപഞ്ചത്തിന് മുഴുവൻ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് വറസൂലൻ ഇലാ ബനി ഇസ്രായീൽ. ആലി ഇമ്രാൻ, സൂറത്ത് ആലി ഇമ്രാനിൽ ബനൂ ഇസ്രായേലുകൾക്ക് ഒരു നേതാവായിട്ടാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ബൈബിളിലുണ്ട്, മത്തായി സുവിശേഷം, ഇസ്രായേൽ ഗ്രഹത്തിനെ കാണാതെ പോയ ആടുകളിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. ഇസ്രായേൽ സമൂഹത്തിന് കാണാതെ പോയ, വഴിതെറ്റിപ്പോയ ആടുകളെന്ന് പറഞ്ഞാൽ ജനവിഭാഗങ്ങളിലേക്ക് വഴിതെറ്റിയ ജനവിഭാഗങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാനായിട്ടാണ് എന്നെ അയച്ചതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബി പഠിപ്പിച്ച മുത്തുനബി. ആദം നബി മുതൽ സർവ്വ പ്രവാചകന്മാരും പഠിപ്പിച്ച പുണ്യ റബീഇന്റെ മദ്ഹ് പറയുമ്പോൾ, മനാഖിബിന്റെ മജ്ലിസിലിരിക്കുമ്പോൾ ഈ രംഗങ്ങളും ഓർക്കണം. ആരെക്കുറിച്ചാണ് ഞാൻ ഈ മദ്ഹ് പറയുന്നത്? ലോകത്തിന്റെ നേതാവിനെ കുറിച്ച്, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്റെ നേതാവാണ്, അതെന്റെ പൊന്ന നബിയാണ്, ഞാൻ മുസ്ലിമാണ് അഭിമാനത്തോടെ. മിൻ അൻഫുസികും, ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു, തഫ്സീർ ഇബ്നു കസീർ, വലിയ വിശദീകരണം കൊടുത്ത മഹാൻ. തഫ്സീർ ഇബ്നു കസീർ ആർക്കും എതിരഭിപ്രായമില്ലാത്ത ഗ്രന്ഥമല്ലേ. അത്രയും സ്വീകാര്യതയുള്ള ആ മഹത്വമായ ഗ്രന്ഥം തഫ്സീർ കൊടുക്കുകയാണ്. മിൻ അൻഫുസികും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ വന്ന ഒരു നബി, നിങ്ങളെപ്പോലത്തെ ആളാണ്, നിങ്ങളെപ്പോലെ മനുഷ്യനാണെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യനല്ല, നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലൊരു സാധാരണ മനുഷ്യനല്ല, മലക്കുകളോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു മഹാമനുഷ്യൻ, ജിബ്രീലിനോട് സംസാരിക്കാൻ, സംവദിക്കാൻ, സഹകരിക്കാൻ, ഇടപഴകാൻ പറ്റുന്ന ഒരു മനുഷ്യൻ, ജിന്നുകളെ കാണാൻ പറ്റുന്ന, മലക്കുകളെ കാണാൻ പറ്റുന്ന, ആ മജ്ലിസിലിരിക്കാൻ പറ്റുന്ന, സബക്കെടുത്തു കൊടുക്കാൻ പറ്റുന്ന, ഖുർആൻ ഓതി കൊടുക്കാൻ പറ്റുന്ന, എല്ലാത്തിൻ്റെയും നേതാവായ ഒരു മനുഷ്യൻ. ഞാൻ മനുഷ്യനാണെന്നാ പറഞ്ഞത്, അഥവാ ഞാൻ ജിന്നല്ല, ഞാൻ മനുഷ്യനാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മലക്കല്ല. അങ്ങനെയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു മനുഷ്യനായ ഒരു നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹോന്നതനാണ്, നിങ്ങളൊരു കുറവും പറയല്ലേ മുത്തുനബിയെ കുറിച്ച്. ഇനി അങ്ങോട്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്, ഈ ഞാനും നിങ്ങളുമൊക്കെ കാണുന്നത്, നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ചെറിയ സാധനമില്ലേ, മൊബൈൽ, അതിലൂടെ ഇനി അങ്ങോട്ട് വരും കാലത്തല്ല, എല്ലാം ഇനി അങ്ങോട്ട് ജീർണതയുടെ ഒരു വലിയ വിപത്തിന്റെ കാലം. സംവാദങ്ങളും ഘോരഘോരം ഒത്തിരി ഒത്തിരി കേൾക്കാനുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീസിനെ പോലും പുച്ഛിക്കല്ലേ മുഅ്മിനെ. ഒരു മുഅ്മിനാണോ ആ ഒരു പണ്ഡിതൻ എന്തിനാണ് ആ ഹദീസ് അങ്ങനെ പറഞ്ഞെന്ന് പറയരുതേ. ദറസെടുത്ത് കൊടുത്തത് അങ്ങനെ ദറസെടുത്തു എന്ന് പറയരുതേ. ആ ഹദീസ് അവിടെ വേണമായിരുന്നോ എന്നൊന്നും ചോദിക്കല്ലേ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഐലം യുസിബുഹു ശൈഉൻ മിൻ വിലാദത്തിൽ ജാഹിലിയ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വരവിനെ കുറിച്ച് പറഞ്ഞത്. അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ജാഹിലിയ കാലത്തിന്റെ ഒരൊറ്റ അഴുക്കും മുഹമ്മദ് മുസ്തഫാന്റെ അടുത്തൂടെ പോലും പോയിട്ടില്ല, ആ പരമ്പരയിൽ പോലും വന്നിട്ടില്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ എങ്ങനെയോ ജനിച്ച കുഞ്ഞല്ല, ഹറാമിലൂടെ വന്ന കുഞ്ഞല്ലെന്ന് നമ്മൾ പൊതുവെ സംശയിക്കും. ചില ഖുതുബത്തൊക്കെ എടുക്കുമ്പോൾ അയാളുടെ വാപ്പ എങ്ങനെ പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് അയാളിങ്ങനെ പ്രേമിച്ചിട്ട് കൊണ്ട് നടന്ന് കുറച്ച് നാള് എങ്ങനെയൊക്കെ പറയുമ്പോൾ വിഷമം വരും അല്ലേ. പക്ഷേ അങ്ങനെ ഒരു പരമ്പര വഴി ആദം നബി മുതൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ പവിത്രമാണ്. അൻ അലി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖർജതു മിൻ നിക്കാഹ്, പവിത്രമായ നിക്കാഹിലൂടെയാണ് അല്ലാഹു എന്നെ പുറപ്പെടുവിച്ചത്. വലം അഖ്റുജു മിൻ സിഫാഹ്, ഞാൻ മോശമായ ഒരു വരവല്ല, വ്യഭിചാരത്തിന്റെ ഒരു വഴി പോലും എന്റെ പരമ്പരയിലില്ല. മില്ലദുൻ ആദമ ഇലാ അൻ വലദനി അബി വ ഉമ്മി, ആദം നബി മുതൽ എൻ്റെ ഉമ്മ വാപ്പ ആ പരമ്പരയിൽ ഒന്നും ഒരു മോശത്തരമില്ല. അതുകൊണ്ടാണ് മനാഖിബ് ഇങ്ങനെ പാടി വരുമ്പോ ആദം അലൈഹിസ്സലാം എന്ന് പറഞ്ഞതല്ലേ, ആമിന റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞതല്ലേ. ആ ഒരു വരവ് പവിത്രമാണെന്നാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തഫ്സീർ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണമാണിത്. ലം യമസ്സനി മിൻ സിഫാഹിൽ ജാഹിലിയത്തി ശൈഉൻ, ജാഹിലിയത്തിന്റെ ഒരൊറ്റ അഴുക്കും എന്നെ തൊട്ടിട്ടേയില്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ലാത്ത പ്രേമം വേണം, ഹൃദയത്തിൽ വല്ലാത്ത സ്നേഹം വേണം. ഈ പുണ്യ റബീഇൽ ആ മുത്തിനോടുള്ള ഹുബ്ബ് കാരണം നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ, നിങ്ങളുടെ നീയത്ത് നന്നാക്കി നിങ്ങൾ ചെയ്തോടി, അള്ളാഹു വലിയ പ്രതിഫലം തരും. എങ്ങനെയാണ് നിങ്ങൾ സ്നേഹിക്കേണ്ടത്? സ്വഹാബത്താണ് വഴികാട്ടി എന്ന് കഴിഞ്ഞുമേലൊരു ലഘു പരിചയം. വഴികാട്ടി സ്വഹാബത്താണ്. അവര് മുഹാജിറായത് അതുകൊണ്ടാണ്, അൻസാറുകളായത് അതുകൊണ്ടാണ്, മുത്തിനോടുള്ള ഹുബ്ബ് കൊണ്ടാണ്. മുത്തു വിളിച്ചാൽ ഞങ്ങൾ വരുമെന്ന് മദീനയിലേക്ക് ഒഴിവാക്കിപ്പോയത് ഭാര്യയും മക്കളെയും സ്വത്ത് സമ്പാദ്യങ്ങളെയുമാണ്. കാരണം ശക്തമായ പ്രേമം മുത്തിനോടുള്ളത് കൊണ്ടാണ്. ഞങ്ങളുടെ സ്വത്ത് പകുതി തരും, ഞങ്ങളുടെ സ്വത്ത് സമ്പാദ്യം തരും, ഞങ്ങളുടെ പെൺമക്കളിൽ നിന്ന് വിവാഹം ചെയ്തു തരും, എല്ലാം ഏറ്റുപറഞ്ഞ അൻസാറുകൾ പ്രവാചകരോടുള്ള ഹുബ്ബ് കൊണ്ടാണ്. ആ ഹുബ്ബാണ് നമുക്ക് മാതൃകയെന്ന്. ഹുബ്ബുൽ ഇശ്ഖി, ഹൃദയത്തിനുള്ളിലെ അടങ്ങാത്ത അനുരാഗം. മുഅ്മിനേ, ഹൃദയത്തിനുള്ളിലെ അടങ്ങാത്ത അനുരാഗം, അതാണ് നമുക്കൊരു വഴി, നമുക്കൊരു മാതൃക. നമുക്കും അങ്ങനെ അങ്ങ് പ്രേമിക്കാം. അതെന്താണിത്? ജറാഹിന്റെ തലയെടുക്കാൻ അബൂ ഉബൈദത്തുൽ ജറാഹ്, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ജറാഹിനെ വകവരുത്താൻ, പിതാവിനെ വകവരുത്തിയത് ആ മുത്തിനോടുള്ള ഹുബ്ബ് കൊണ്ട്. ദീനിൽ വരാത്ത ജറാഹിന്റെ ചരിത്രം നമുക്കറിയാം. ഹൃദയത്തിനുള്ളിൽ അടങ്ങാത്ത പ്രേമം മുത്തിനോട്. കാരണം ഈ വഴി സൽസരണിയുടെ വഴി, സ്വർഗത്തിന്റെ സുന്ദര സുവനം പുൽകുന്ന വഴി, തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന വഴി, ഈമാനോടെ സലാമത്തായ ഈമാനോടെ മരണപ്പെടാനുള്ള ഖൈറായ മൗത്തിന്റെ ലക്ഷണം കണ്ടിട്ട് നല്ല മരണം വരിക്കാനുള്ള ഏറ്റവും ഉദാത്തമായ വഴി. ഒരു സംശയമില്ല, മുത്തിന്റെ വഫാത്തിന്റെ സമയം വല്ലാത്ത വിഭ്രാന്തി പിടിപെട്ട പോലെ ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അവിടുത്തെ പവിത്ര റൂഹും ജസദും ഞങ്ങളിൽ നിന്നങ്ങ് വേർപെട്ടു പോയെന്ന് ആര് പറഞ്ഞാലും അവരുടെ തലയെടുക്കുമെന്ന്. അതെന്തോ ഒരു ആവേശമാണ്. വഫാത്തായിട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഉമർ, ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്ത സ്നേഹം, പ്രേമം. ആ സ്നേഹാതിരേകത്താൽ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പക്വമായി സ്വഹാബത്തിനെ പിടിച്ചിരുത്തിയിട്ട് ആശ്വസിപ്പിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ പെട്ടെന്ന് വഫാത്ത് അറിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ പവിത്രമായ ജനാസ
3 ദിവസം കഴിഞ്ഞ് മറമാടി കഴിയുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു എൻ്റെ മുത്തില്ലാത്ത നാട്ടിൽ ഇനി ഞാൻ എന്തിന് എന്ന് ചിന്തിച്ച് അവിടെ നിന്ന് മസ്ജിദുൻ നബവിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ് ഷാമിലേക്ക് പൊയ്ക്കളഞ്ഞ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന്റെ സമയം തിരിച്ചു വിളിച്ചു, വരണം വരണം പലതവണ വിളിച്ചു, വന്നില്ല. അബൂബക്കർ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ മുത്തായ നബി തങ്ങളെ കണ്ടു. അവിടെ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഓ ബിലാലേ, എന്നെ മറന്നുപോയോ ബിലാലേ? എന്നെ അങ്ങ് മറന്നോ ബിലാലേ? എന്തേ ബിലാലേ മദീനയിലേക്ക് പോകാത്തത്? മദീനയിലേക്ക് സ്വപ്നത്തിലൂടെ വിളിച്ച് ഉമർ റളിയല്ലാഹു അൻഹു നേരിട്ട് വന്ന് വിളിച്ച് ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വന്നു. എന്തിനെന്നറിയോ കൊണ്ടുവന്നത്? ആ ബിലാലിന്റെ ബാങ്കൊന്ന് കേൾക്കണം. അതിൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് മുത്തിനിങ്ങനെ പേര് പറയുന്ന കേൾക്കണം. ഹൃദയത്തിന്റെ ഉള്ളുകൊണ്ട് കൊതിക്കണം, വല്ലാതെ ആവേശം കൊള്ളണം. ബിലാൽ റളിയല്ലാഹു അൻഹു വന്നു. എല്ലാവരുടെയും ആഗ്രഹപ്രകാരം അവിടെ നിന്ന് ബാങ്ക് വിളിച്ചു തുടങ്ങി. അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ പവിത്രമായ ഭാഗമെത്തുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ബോധമറ്റു വീണുപോയി. ഹബ്ബുൽ ഇശ്ഖി. ഇത് പറഞ്ഞവനില്ല ഈ ആവേശം, കേട്ട നമുക്കാർക്കുമില്ല ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു നൊമ്പരം. പക്ഷേ ആ വിളിയുടെ സമയത്ത് ബോധമറ്റു വീണു പോകുന്ന ആ ഒരു സാഹചര്യം എത്രത്തോളം ഹൃദയത്തിൽ ആ പ്രേമം കടന്നുകൂടി. എൻ്റെ പ്രിയപ്പെട്ട ശൈഖുന മഹാനായ PK കോയ ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു പൂന്ത്ര ഹിദായത്തുൽ ഇസ്ലാം തെക്കൻ കേരളത്തിലെ ആദ്യത്തെ സ്ഥാപനം, ആ മഹാനായ മഹാവ്യക്തിത്വം അള്ളാഹു ഖബറിടം പ്രകാശത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ഓരോ പ്രേമത്തിന്റെയും രൂപം ഞാനൊന്ന് ചിന്തിക്കുകയാണ്. താജുൽ ഔലിയാഇന്റെ പേരിലുള്ള പവിത്രമായ അവിടുത്തെ അദ്കാറുകൾ, ഖുതുബിയ്യത്ത്, ഉസ്താദുമാരെ എല്ലാം ഇരുത്തി നേതൃത്വം കൊടുത്ത് ശൈഖുന കോയ ഉസ്താദ് ഇങ്ങനെ ഓതും. എപ്പോ ഓതി കഴിഞ്ഞാലും രാജ്യത്ത് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയിട്ട് ദുആ ചെയ്യും. എപ്പോ ദുആ ചെയ്താലും ഏതാവശ്യത്തിന് ദുആ ചെയ്താലും പരിശുദ്ധ മൗലിദിന്റെ മനാഖിബിന്റെ ദുആ മാത്രം മഹാനവറുകൾ കൊണ്ട് തുടങ്ങും. അതിങ്ങനെ ഓതും. എന്തൊരർത്ഥമുള്ള ദുആയാണ്. ഏത് ദുആ സദസ്സിലും അത് മുന്നിൽ വെക്കും. വല്ലാത്തൊരു പ്രേമമാണ് അവിടുത്തെ ശൈലി, അത്ഭുതപ്പെടുത്തുന്നതാണ്. ധാരാളം സുന്നത്തുകൾ ജീവിതത്തിൽ. മനാഖിബിന്റെ സമയമെത്തുമ്പോൾ റബീഉൽ അവ്വൽ എത്തുമ്പോൾ വല്ലാത്തൊരാവേശവും കൂടെയാണ്. അതുകൊണ്ടാണ് അവിടുത്തെ വഫാത്തിന്റെ സമയം മഹാനവറുകൾ റബീഉൽ അവ്വൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുമ്പോൾ മൗലിദ് ഓതിയിട്ടല്ല അത് അടുത്ത സബക്ക് തുടങ്ങൂല. ഞങ്ങളോട് പറയും, ഞങ്ങൾ 12 ദിവസവും ഞാൻ എൻ്റെ വീട്ടിൽ മൗലിദ് ഓതും. ഒജീനോ ഉണ്ട്, നല്ല ബറക്കത്തായ മജ്ലിസാണ്, മക്കളെ നിങ്ങളൊക്കെ വീട്ടിലിത് നടത്തണേന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ ലീവിനോട്. ആരെത്ര നടത്തും? നമ്മൾ എത്ര ഓതും നമ്മുടെ വീട്ടിൽ? ഇപ്പോഴും ഈ ഞാൻ ഓതുന്നുണ്ടോ? പള്ളിയിൽ മാത്രം ചുരുങ്ങിപ്പോകുന്നു. നമ്മുടെ വീടുകളിലെങ്കിലും ഒരു ഹിഖായത്തെങ്കിലും ഓതണം, മഹാനോരെ മുത്തുനബി തങ്ങളെ ഓർത്തുകൊണ്ട്. അവിടുത്തെ വഫാത്തിന്റെ സമയത്ത് മുഴുവൻ അഹ്ലുസുന്നയുടെ സംഘടനകളിലെ മുഴുവൻ പണ്ഡിത മഹത്തുക്കൾ ആ വഫാത്തിന്റെ സമയത്ത് ജനാസ നിസ്കരിക്കാൻ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച ദിവസം വഫാത്തായി. 2 സംസ്ഥാന ദക്ഷിണ മുഴുവൻ മഹത്തുക്കളും ധാരാളം പണ്ഡിത മഹത്തുക്കൾ വന്നു. കാരണം അത്രത്തോളം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മോത്സുകനായ അറിയപ്പെട്ട ഒരു മഹാപണ്ഡിതനായിരുന്നു ശൈഖുന PK കോയ ഉസ്താദ്. കാരണം ഹുബ്ബ് റസൂൽ, വല്ലാത്തൊരു ഹുബ്ബ്, വല്ലാത്തൊരു പ്രേമം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് ദുആയിലും മൗലിദിന്റെ ദുആ എന്തോ ഒരു മഹത്വം സ്ഥാനം കൊടുത്തു. ആ ഹൃദയത്തിൽ വല്ലാത്തൊരു സ്നേഹമുണ്ടായിരുന്നു. അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. മുത്തിനോടുള്ള സ്നേഹം ഹുബ്ബുൽ ഇശ്ഖി നമ്മുടെ ഹൃദയത്തിൽ ശക്തമായി ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹത്തുക്കളായ സ്വഹാബിവര്യന്മാർ പിന്നീട് എങ്ങനെയൊക്കെയാണ് സ്നേഹിച്ചത്, ആ രൂപം മനസ്സിലാക്കാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മദ്രസയിലെ മനാഖിബ് മജ്ലിസ് പ്രവാചക പ്രകീർത്തന സദസ്സ് ഇൻഷാ അല്ലാഹ് മദ്രസ തലത്തിൽ എല്ലാ മദ്രസയും ഓരോ മദ്രസകളിൽ വരുന്ന ഞായറാഴ്ച 7 മണിക്ക് നമ്മുടെ വെള്ളൂർക്കുളം മദ്രസയിൽ എല്ലാ ഉസ്താദുമാരും എല്ലാ രക്ഷകർത്താക്കളും പങ്കെടുക്കണം. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. സഹോദരങ്ങളൊക്കെ പങ്കെടുക്കും. അതുപോലെ തന്നെ 8 മണിയാവുമ്പോൾ പോങ്ങോട് മദ്രസയിലാണ് മനാഖിബ് മജ്ലിസ് വെച്ചിട്ടുള്ളത്. 9 മണിക്ക് മാടങ്കാവ് മദ്രസയിൽ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. വരുന്ന വെള്ളിയാഴ്ച പുണ്യമായ റബീഉൽ അവ്വലിന്റെ ദിനത്തിൽ ഇൻഷാ അല്ലാഹ് നബിദിന ഘോഷയാത്ര രാവിലെ 7 മണിക്ക് തുടങ്ങി. വളരെ ചുരുങ്ങിയ സ്ഥലം മാത്രമേ, വെള്ളിയാഴ്ചയാണ്, ആ ദിവസം ജുമാഅ ഉള്ളതുകൊണ്ടും അന്നദാനമൊക്കെ നടക്കാനുള്ളത് കൊണ്ടും ഇവിടെ നിന്ന് മുക്കുകട വരെ പോയി പിന്നെ നമ്മുടെ മദ്രസയുടെ മാടങ്കാവ് മദ്രസയുടെ ഭാഗം വരെ പോയി തിരികെ വരും. പള്ളിയിൽ വന്ന് മൗലിദൊക്കെ ഓതി ദുആ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് വളരെ നേരത്തെ തന്നെ അന്നദാന കർമ്മവും നടക്കും. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.
മാതാപിതാക്കളുടെ ശരീരസുഖത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 280 രൂപ സംഭാവന. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ശരീരസുഖത്തിന് വേണ്ടി ദുആ ചെയ്യാൻ സൈനബ ബീവി മേലെയുള്ള 500 രൂപ സംഭാവന. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമായ അല്ലാഹ്, കൃപയുള്ള പടച്ചവനെ, അല്ലാഹുവേ, നിങ്ങളുടെ ഈ സംഗമത്തെ സ്വീകരിക്കണേ റഹ്മാനേ. ഖൈറിന്റെ ഹരികാഹത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് കൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളെയും ഖബൂലാക്കണേ റഹ്മാനേ. അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ വുദൂഇലും ഞങ്ങളുടെ നിസ്കാരത്തിലും ഞങ്ങളുടെ അഅ്മാലു സ്വാലിഹാത്തുകളിലെല്ലാം സുന്നത്ത് തരണേ റബ്ബേ. അവിടുത്തെ മദ്ഹ് പറഞ്ഞ് അവിടുത്തെ പേരിൽ ഖുർആൻ ഓതാനും ദിക്ർ ചൊല്ലാനും സ്വലാത്ത് ചൊല്ലാനും അല്ലാഹുവേ അവിടുത്തെ ഓർമ്മകളിലായി കഴിയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. അവിടുത്തെ ധാരാളം സ്വലാത്തിന് തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹ് അവിടുത്തെ തർബിയത്ത് തസ്കിയത്ത് അനുസരിച്ച് നിലകൊള്ളാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാം നീ നൽകണേ റഹ്മാനേ. അവിടുത്തെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, വെള്ളിയാഴ്ച ദിവസം അല്ലാഹ് പരിശുദ്ധമായ മുഅ്മിനീങ്ങളുടെ ദുആ പ്രതീക്ഷിച്ചിട്ട് പള്ളിയിലേക്ക് സ്വതക്കുകളുടെ സംഭാവനകൾ നൽകിയവരെ കബൂലാക്കണേ അല്ലാഹ്. സന്ദേശങ്ങളെ സഫലീകരിക്കണേ അല്ലാഹ്. അവരുടെ പ്രിയപ്പെട്ടവരിൽ മണ്ണറയിലുള്ളവരുടെ ഖബറിടങ്ങളെ പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്. ജന്നാത്തുൽ ഫിർദൗസ് ആക്കണേ അല്ലാഹ്. നോക്കത്താ ദൂരത്താ ഖബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ജാരിയായ സ്വതക്കയാക്കി സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ പള്ളിയിൽ നബിദിനുമായി ബന്ധപ്പെട്ട അന്നദാനത്തിനും മറ്റും സമ്പത്ത് ചിലവാക്കുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അല്ലാഹുവരുടെ എല്ലാവരുടെയും സന്ദേശങ്ങളെ സഫലീകരിക്കണേ അല്ലാഹ്. നിയ്യത്തുകൾക്കെല്ലാം ഖബൂലിയത്ത് നൽകണേ റഹ്മാനേ. ഇരട്ടിക്കിരട്ടിയായി സമ്പത്ത് അവർക്ക് നൽകണേ റഹ്മാനെ. കടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ റഹ്മാനെ. രോഗങ്ങൾക്കെല്ലാം പരിപൂർണ്ണ ശിഫാഹ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാം നീ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. ബിഹഖ്ഖി നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.